എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ടി വിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഐക്കോണിൻ്റെ ടി വിയാണ്. ഇതൊരു കർബാണ്, അതായത് വളഞ്ഞിരിക്കുന്ന ടൈപ്പ് ടി വിയാണ്. മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഐക്കോണിൻ്റെ ടി വിയാണ്. സ്റ്റാൻഡ് ബൈ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നു. നോക്കിക്കോ സ്ക്രീനിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് കണ്ടോ. ഐക്കോൺ എന്ന് വരുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഒരു ഫ്ലാഷ് ഒന്ന് അടിച്ചിട്ട് അങ്ങ് പോവും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതൊരു സ്മാർട്ട് ടെലിവിഷനാണ്. ഈ ടെലിവിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർബാണ്, വളഞ്ഞിട്ടുള്ള ടി വിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിപ്പയറിങ്ങിലേക്ക് നമുക്ക് തിരിയാം. ഇത് മൊത്തം വളഞ്ഞൊരു ടി വിയാണ്. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. അപ്പോൾ നമുക്കിതിനകത്തുള്ള ഫുള്ള് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ഈസി മെത്തേഡ് ഉണ്ട് എൻ്റെ അടുത്ത്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് വെറും സിമ്പിളാണ്. ഓക്കെ, ഞാനത് ഇപ്പോൾ ചെക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. എൻ്റെ അടുത്ത് ഒരു സെറ്റ് LED ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 250 വോൾട്ട് വരെ മാക്സിമം കപ്പാസിറ്റി ഉള്ളൊരു സ്ട്രിപ്പ് അങ്ങനെ റെഡിയാക്കി തന്നെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് സെക്ഷൻ. ഇവിടുത്തെ ഈ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ വയർ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും ഇതിൻ്റെ പോസിറ്റീവിലും കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടായി പോകുകയൊന്നും ചെയ്യരുത്. നെഗറ്റീവും പോസിറ്റീവും. ഞാനിപ്പോൾ ഇനി ഈ ടി വി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്യാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, വർക്ക് ചെയ്തില്ല. ഒന്നും ആയില്ല, വർക്ക് ചെയ്യുന്നില്ല. സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്യാൻ നോക്കി, റിലീസായില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇതിൻ്റെ ഇവിടുത്തെ വയർ ഇത് ഊരി എടുത്തിട്ട് അത് ഈ നടുക്കോട്ട് കൊടുക്കാൻ പോവാം. എന്നിട്ട് ഞാനൊന്ന് ഓണാക്കി നോക്കട്ടെ. സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്യുന്നു. ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് വന്നു പോയതേ ഉള്ളൂ. ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ അഴിച്ച് നോക്കാൻ പോവാം. ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശ്രദ്ധിച്ച് നോക്കിക്കോ. സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നു. ഞാൻ സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്യാൻ പോകുന്നു. ലൈറ്റിലോട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് വന്നു പോന്നു, അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്നാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ടി വി മൊത്തം അഴിക്കാൻ പോവുകയാണ്. നമ്മൾ വിചാരിക്കും ഈ കർബ് ടി വിക്ക് എന്താ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു നോർമൽ സെയിം തന്നെയാണ്. അതിൻ്റെ ഫ്രെയിമിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടോ, അതിൻ്റെ ഫ്രെയിമിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. ഇതിൻ്റെ ഫ്രെയിം നോക്കിക്കോ, ആ ഒരു വളവ്, അതിനെല്ലാം സ്ക്രൂസൊക്കെ ഇട്ട് നോക്കിക്കോ. കണ്ടോ, ഇവിടെ എല്ലാം സ്ക്രൂസ് കണ്ടോ. കണ്ടോ, ഇതെല്ലാം സ്ക്രൂസ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഇതിനുള്ളൊരു പ്രത്യേകത ഒന്നുമില്ല. എല്ലാം എന്തെല്ലാം അഴിക്കാൻ പോകുന്നു. ഈ ടി വിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വളവുണ്ടെന്നല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരേപോലുള്ള സാധനങ്ങളാണ്, ഒരു വ്യത്യാസമില്ല. കണ്ടോ, ഈ ടി വി കർബായിട്ട് കാണുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു കർബാണ്, കണ്ടോ, എല്ലാം ബെൻഡായിട്ട്. അതിൻ്റെ
ഇതിനകത്ത് എന്താണ് വ്യത്യാസമുള്ളതെന്നൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ മൊത്തം അഴിക്കുന്നുണ്ടേ. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഈ കർബും നോർമലും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോഴേ ഈ സ്ക്രീൻ അങ്ങ് എടുക്കാൻ പോവാം. അപ്പോൾ കർബും നോർമലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോ. എവിടെയാണ് എന്തിലാണ് കർബ് സ്ക്രീനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോർമൽ സ്ക്രീനും തമ്മിൽ? കണ്ടോ, ഒറ്റ ലെവൽ സ്ക്രീനാണ്. ആ ഫ്രെയിമിനകത്ത് വെക്കുമ്പോൾ മാത്രമാണ് കണ്ടോ ഒറ്റ ലെവൽ, കണ്ടോ ഒരേ സിംഗിൾ ലെവൽ. ആ ഫ്രെയിമിൽ വെക്കുമ്പോൾ മാത്രമാണ് കർബിനുള്ള വ്യത്യാസം. അല്ലാതെ ആ ഫ്രെയിം ഒന്ന് വളച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസമില്ല. ഇതൊരു നോർമൽ പാനലാണ്. ദിസ് വൺ നോർമൽ പാനൽ, സെയിം ടു സെയിം നോർമൽ ടെലിവിഷൻ പാനൽ. ഉണ്ടോ, ഇതൊരു നോർമൽ പാനലാണ്, ഒരു വ്യത്യാസമില്ല. ആ ഫ്രെയിമിൽ വെച്ചേക്കുന്നുണ്ടോ? അപ്പോൾ ആ ഫ്രെയിമിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് പാനൽ കർബാവുന്നത്. നമ്മൾ ആ ഒരു സ്വല്പം ഒരു 10 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ അത് വളച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കർബായിട്ട്. സ്ക്രീൻ എല്ലാം കർബിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും സ്ക്രീൻ സെയിം ആയിരിക്കും, ഒരു വ്യത്യാസവും കാണത്തില്ല. എന്തായാലും ഇത് മൊത്തം കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഫാൾട്ടെല്ലാം തപ്പി കണ്ടുപിടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മൊത്തം അഴിച്ചെടുക്കാം. അപ്പോൾ ഇനി കുറച്ച് സ്ക്രൂഡ് ഉണ്ട്, ഇതങ്ങ് അഴിച്ചെടുത്തിട്ട് അങ്ങനെ ഇത് സെപ്പറേറ്റ് ആക്കി അത് സൂക്ഷിച്ച് വെക്കുക. ഇനിയാണ് നമ്മുടെ ഇതിനകത്ത് എന്താണ് ഫാൾട്ട് എന്നുള്ളത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. എന്നിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബാക്ക് ലൈറ്റിൻ്റെ കേബിൾ ഉരുവിടുക. ഉരുവിട്ടതിന് ശേഷം ഇത് ഓരോ ബൾബും ചെക്ക് ചെയ്യുക. ഇത് 2 പാർട്ടാണ്, 1 2 3 4 5 5 ഒരു പാർട്ടും 1 2 3 4 5 എണ്ണത്തിൻ്റെ ഒരു പാർട്ടും. ഈ 5 പാർട്ടും നമ്മൾ അതിലേതോ ഒരെണ്ണം കറക്റ്റ് വർക്കിംഗ് ആണ്, ബാക്കി ഏതിലോ ഒരെണ്ണത്തിലാണ് പ്രോബ്ലം ഉള്ളത്. എനിക്കൊന്ന് ഈ TV ഞാനൊരു 1 ഇയർ മുമ്പ് ഞാനിത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് LED ടെസ്റ്ററാണ്. ഇത് വളരെ സിമ്പിളാണ്. 110 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറിനകത്ത് 1K റെസിസ്റ്റൻസ് ഇട്ട് ഒരു പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിലേതാണ് വർക്കിംഗ് അറിയില്ല, ചെക്ക് ചെയ്യാം. നെഗറ്റീവ് ഇവിടെ, പോസിറ്റീവ് ഇവിടെ. ഈ സ്ട്രിപ്പ് കറക്റ്റ് വർക്കിംഗ് ആണ്, ഈ പാർട്ട് കറക്റ്റ് വർക്കിംഗ് ആണ്. ഈ പാർട്ടാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നെഗറ്റീവ് ഇവിടെ കൊടുത്തു. ഏത് സ്ട്രിപ്പാണ് കംപ്ലൈൻ്റ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ്, ഇതൊക്കെയാണ്. ഇവിടെ ഏതോ ഈ സ്ട്രിപ്പ് ഇവിടെ വരെ ഓക്കെയാണ്. ഈ സ്ട്രിപ്പിലാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ഇത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുന്നില്ല.
ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഈ സ്ട്രിപ്പ് ഇനി പുറത്തെടുത്തിട്ട് ഈ സ്ട്രിപ്പ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് വർക്കിംഗ് ആണ്, ഈ സ്ട്രിപ്പ് വർക്കിംഗ് ആണ്. 2 വട്ടം വന്നു. ഈ ഒരു സ്ട്രിപ്പാണ് വർക്ക് ചെയ്യാത്തത്, ഈ ഒരു സ്ട്രിപ്പ്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇത് ഊരിയെടുക്കും. ഞാൻ ഊരിയെടുത്തിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. ഈ സ്ട്രിപ്പിലാണ് കംപ്ലൈൻ്റ് ഉള്ളത്. ഈ സ്ട്രിപ്പിൽ ഇതിനകത്ത് ഏത് ലൈറ്റാണ് ഡാമേജ് എന്നുള്ളത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള അതിനൊരു ഈസി മാർഗമുണ്ട്. ഓരോ LED-കളും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് LED ഇത് ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത്, സോറി, ഞാൻ ന്യൂസ് കേട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നോക്കിക്കോ, ഇത് ഈ ഒരു LED ഈ ഒരെണ്ണം കത്തി, 2 കത്തി, 3 കത്തി. ഈ ഒരു ലൈറ്റാണ് കത്താത്തത്. ഈ ഒരു ലൈറ്റ് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പഴയ LED അങ്ങ് ഊരിയെടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ LED ഫിറ്റ് ചെയ്തു. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത സ്ട്രിപ്പ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നു. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ലെൻസ് നമുക്ക് തിരിച്ച് അതേപോലെ അവിടെ ഫിറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ലെൻസ് ഫിറ്റ് ആക്കാൻ വേണ്ടി ഞാനത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് നോർമൽ ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 3 സൈഡിൽ ഇച്ചിരി, പക്ഷേ ഈ TV ഞാൻ റിപ്പയർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു കൊല്ലത്തിൽ കൂടുതൽ ഓടി. നേരത്തെ ഞാനൊന്ന് प्रधानमंत्री ने अमित शाह, नरेंद्र सिंह तोमर, पीयूष गोयल सबके साथ एक बैठक की है. हमारे सहयोगी नीरज उस बैठक से, नीरज बीच का रास्ता क्या निकल सकता है, कितना अपने स्टैंड पे कायम है, क्या आज की बैठक में जिस पर बातचीत आगे बढ़ी, क्या पॉसिबल. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് മൊത്തം തിരിച്ച് പാക്ക് ചെയ്യണം. ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, ഒരു വിശ്വാസത്തിലാണ് കംപ്ലീറ്റ് പാക്ക് ചെയ്യുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തം
പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 1 മിനിറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. വയറെല്ലാം കണക്ട് ചെയ്തിട്ട് ഓക്കെ, ഞാൻ എന്തായാലും ഇത് ഓണാക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ബാക്ക് ലൈറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരത്തെ എന്താ സംഭവിച്ചതെന്നറിയാം, 1 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് പിക്ചർ അങ്ങ് പോകുമായിരുന്നു. ഇതൊരു കർബാണ്, വളവുള്ള ടി വിയാണ്. അപ്പോൾ വളവുള്ള ടി വിയും നോർമൽ ടി വിയും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. സെയിം ടു സെയിം, ഒരു വ്യത്യാസങ്ങളുമില്ല. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പാക്കിങ്ങിലേക്ക് പോവാം. മൊത്തം പാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഷീറ്റെല്ലാം എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്ക്രീൻ എടുത്ത് വെക്കാൻ പോകുന്നു. സ്ക്രീൻ 1 സെക്കൻഡ് ഞാൻ കൊണ്ടിരുന്നു. സ്ക്രീൻ സെയിം ടു സെയിം ആണ്. ആ കർബായാലും ഏതായാലും സ്ക്രീന് സെയിം ആണ്. സ്ക്രീനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അത് ആ ഫ്രെയിമിൻ്റെ വളവാണ് ഇത് കർബായിട്ട് മാറുന്നത്. ഫ്രെയിമിൻ്റെ ഷേപ്പാണ് കർബായിട്ട് മാറുന്നത്. അല്ലാതെ സ്ക്രീനൊന്നും ഒരു ചേഞ്ചസും ഇല്ല. ഇപ്പോൾ ഫ്രെയിം 4 വശവും കവർ ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്യുക. കാരണം വെച്ചാൽ 4 സൈഡും കവർ ചെയ്തു പ്രോപ്പറായി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ IC ഉണ്ടല്ലോ 10388, ഇതിൻ്റെ 5ാമത്തെ പിന്നിൽ നമ്മളൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2.2K എന്ന് കൊടുത്തു നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഇതുണ്ട്, ഇപ്പം നമുക്ക് ഉള്ളത് 128 വോൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് ഇത് കണ്ടോ, എപ്പോൾ കണക്ട് ചെയ്യുന്നോ അന്നേരം തന്നെ ഈ 128 വോൾട്ട് വരുന്നുണ്ട് ബാക്ക് ലൈറ്റിൻ്റെ. അത് ഞാൻ എന്ത് ചെയ്യും, ഒരു 2.2 ഓംസ് K റെസിസ്റ്റൻസ് ഇട്ടിട്ട്, അത് 2.2 ഓംസ് ആണ്. ഉണ്ടോ, 2.2 ഓംസ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇതിവിടെ ഫിറ്റ് ചെയ്തിട്ട് കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് മാറ്റുന്നു. ഞാൻ TV ഒന്ന് ഓഫ് ചെയ്യുന്നു.
ഈ ഐ സിയുടെ 5ാമത്തെ പിന്നിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ദിസ് ഐ സി പിൻ നമ്പർ 5 2.2 K resistance after capacitor ground. Don't make positive, capacitor negative. Capacitor negative. This one PCB number, see, PC TPM S338 PC821. This one PCB number. Same place here, IC same this IC. ഈ ഐ സിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ഐ സി. ദിസ് വൺ ടോട്ടൽ ബോർഡ്. ഹിയർ ഈസ് സ്മോൾ ഐ സി. ഇവിടെ ഒരു സ്മോൾ ഐ സി ഉണ്ട്. ഈ ഐ സിയുടെ പിൻ നമ്പർ 5 2.2 K റെസിസ്റ്റൻസ് മേക്കിംഗ് ഗ്രൗണ്ട്. ഓക്കെ, പിൻ നമ്പർ 5 1 2 3 4 5 after 2.2 K resistance, capacitor ground. Okay, now I am checking ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോയി എത്ര വോൾട്ട് വരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അഭി ഹം ചെക്ക് കരേഗാ കിतना വോൾട്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന്. അപ്പോഴേ ഇപ്പം 113 വോൾട്ടേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസ് ഇട്ടതിന് ശേഷമാണ് 113 വോൾട്ടായിട്ട് വന്നേ. ആ 113 വോൾട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ലൈറ്റ് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. അതായത് ഇനിയും പാനൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി വി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടി വി എല്ലാം റെഡി ആയിട്ടുണ്ട്. അവിടെ ഐക്കോണിൻ്റെ ടി വി ആണ്. ഒരു സ്മാർട്ട് ടി വി ആണ്. കറക്റ്റായിട്ട് വർക്കായി. കറക്റ്റ് വോൾട്ടേജ് എല്ലാം റെഗുലേറ്റ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നമസ്കാരം.